Hi friends, welcome back to Viniz world. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഷാഹി തുക്ടയാണ്. അതിനായിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ അര കപ്പും പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയുമാണ് ഇട്ടേക്കണത്. ഇതൊന്ന് വറ്റി ഒരു നൂൽ പരുവൊന്നും ആവണ്ട. അതിന് മുമ്പുള്ള അവസ്ഥയിൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി വേറൊരു അടപ്പിലേക്ക് നമുക്ക് കുറച്ച് പാല് തിളപ്പിക്കാൻ വെക്കാനുണ്ട്. ആ കപ്പ് കണ്ടല്ലോ അല്ലേ, അതിന് 1.25 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. റബഡി ഉണ്ടാക്കാനാണിത്. നേരത്തെ ഒരു വീഡിയോയിൽ രസ്മലായിക്ക് റബഡി ഉണ്ടാക്കിയില്ലേ, അതുപോലെ തന്നെ ഇതിനും ഉണ്ടാക്കണം റബഡി. പാലും അടപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബദാം സ്ലൈസ് ചെയ്ത് അതും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് പിസ്തയാണ്. അതും സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. പിസ്ത ഇടുമ്പോൾ കുറച്ച് നല്ല കളർ കിട്ടുമല്ലോ, പച്ച കളർ ഉണ്ടാവും. ഇനി പാല് തിളച്ച് വരുമ്പോൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. പത വരണത് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാം. ഇത് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് വറ്റണ വരെ നമുക്ക് ഇത് തന്നെ സെയിം പ്രോസസ്സ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് ഇതുപോലെ നടുവിലൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നെയ്യ് ഒഴിച്ച് മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോൾ നമ്മൾ ഇത്തിരി കുറച്ച് നെയ്യ് ഉപയോഗിക്കണമായിരിക്കും നല്ലത്. നല്ല ക്രിസ്പാക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടി കുറച്ച് നെയ്യ് തൂവി കൊടുക്കണ്ട കേട്ടോ. 1-2 ഡ്രോപ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് തേച്ചെടുത്താൽ മതി. ഒരു സൈഡായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ആ സൈഡും ഇതുപോലെ തന്നെ ക്രിസ്പി ആക്കി എടുക്കണം. ഇപ്പോൾ 2 സൈഡും ആയി വന്നിട്ടുണ്ട്. നമ്മളിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ് കേട്ടോ. ഇനി റബഡി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായല്ലോ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ വ്യത്യാസപ്പെട്ടേക്കണുണ്ട്. ഒരു യെല്ലോയിഷ് കളറായി വന്നിട്ടുണ്ട്. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരട്ടെ, അതുവരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അടുത്ത സെറ്റും ആയിട്ടുണ്ട്. അതും എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ പാല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ടൈഗറിൻ്റെ ഈ ബദാം മിക്സ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് തിളപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കണം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഒരു 1-2 നുള്ള് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഷുഗർ സിറപ്പ് കൂടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ട് അതിലിട്ടൊന്ന് സോക്ക് ചെയ്ത് ഒരു 10 സെക്കൻഡ് ഇട്ടാൽ മതി. 2 സൈഡും ഒന്ന് മുക്കിയിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. എല്ലാ പീസസും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ റബഡി ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കണ പിസ്തയും ബദാമും ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാത്തിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷാഹി തുക്ട ഇവിടെ റെഡിയുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.